കിവീസിനെ പറത്തി മൂന്നാം T20 ലോകകപ്പ് കിരീടം സ്വന്തമാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം. അതാണ് സൂര്യകുമാർ യാദവിനും കൂട്ടർക്കുമുള്ളത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ കലാശപ്പോര് നടക്കുമ്പോൾ ആവേശത്തിൽ പടരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നിർണായക മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഒറ്റയ്ക്ക് നിന്ന് പട നയിച്ച് ജയിപ്പിച്ച സഞ്ജു സാംസൺ സെമിയിലും അത് ആവർത്തിച്ചപ്പോൾ ഫൈനൽ പ്രതീക്ഷകളും വാനോളം ഉയരുകയാണ്. കൃത്യസമയത്ത് പുറത്തെടുത്ത T20 ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട രണ്ട് മികച്ച ഇന്നിംഗ്സുകൾ മലയാളികളെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരുടെ അഭിമാനമാണ് ഉയർത്തിയത്. ഫൈനലിലെ എതിരാളികളായ ന്യൂസിലാൻഡിന്റെ ലക്ഷ്യം കന്നിക്കിരീടമാണ്. മുമ്പൊരിക്കൽ ഫൈനലിലെത്തി ഓസ്ട്രേലിയയോട് തോറ്റു മടങ്ങിയ കിവീസ് ഇത്തവണ കപ്പടിക്കാമെന്ന മോഹവുമായാണ് അവസാനവട്ട പരിശീലനം നടത്തുന്നത്. ബൗളിംഗ് നിരയിൽ ബുംറയുടെ സാന്നിധ്യം തന്നെയാണ് ഇന്ത്യയുടെ തുറുപ്പുചീട്ട്. സെമി ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് വാങ്ങാനെത്തിയപ്പോൾ പറഞ്ഞ സഞ്ജുവിന്റെ വാക്കുകൾ തന്നെ എടുത്താൽ ഒരു ജനറേഷനിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന പ്രതിഭാസം. എതിരാളികൾ ചില്ലറക്കാരല്ലെന്ന് ഇന്ത്യക്ക് നന്നായി അറിയാം. ഇന്ത്യ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് വലം കയ്യൻ ഓപ്പണർ ഫിൻ അലനെയാണ്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സെമിയിൽ 33 പന്തുകളിൽ 10 ഫോറും 8 സിക്സും അടക്കം 100 റൺസ് എടുത്ത് നോട്ട് ഔട്ടായി ഫോമിൽ നിൽക്കുന്ന അലനെ ആദ്യമേ പുറത്താക്കാനായില്ലെങ്കിൽ അലൻ ഒരുപക്ഷെ ഇന്ത്യക്ക് വില്ലനായി മാറാനും സാധ്യതയുണ്ട്. ഒറ്റയ്ക്ക് നിന്ന് ടീമിനായി സ്കോർ ചെയ്യുന്ന സഞ്ജുവിനൊപ്പം ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ ഫോം കണ്ടെത്താനാകാത്തവർ കൂടി നില മെച്ചപ്പെടുത്തുക എന്നത് ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ അന്തിമ പരിശീലനം നടക്കുന്നത്. 4ാം തവണ ഫൈനലിലെത്തുന്ന ഇന്ത്യക്ക് 3ാം കിരീടം ചൂടാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ T20 കിരീടം നിലനിർത്തുന്ന ആദ്യ ടീമായും ഇന്ത്യ മാറും. ഒപ്പം ഏറ്റവും കൂടുതൽ T20 കപ്പടിച്ചെന്ന ടൈറ്റിലും നമുക്ക് സ്വന്തമാക്കാം. ഏതായാലും ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, അതിൽ പ്രത്യേകിച്ച് മലയാളികളും. സഞ്ജുവിനെ സ്നേഹിക്കുന്നവർ വീണ്ടും ഒരു മാച്ച് വിന്നിംഗ് വെടിക്കെട്ട് ഇന്നിംഗ്സ്, ബൗളർമാരുടെ മികച്ച പ്രകടനം, അതിലൂടെ ഇന്ത്യക്ക് 3ാം T20 ലോകകപ്പ്.